ഹലോ സ്റ്റുഡൻസ്, ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഓണ പരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും പേപ്പർ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഡിസ്കഷനാണിത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ ക്ലാസ്സിൽ. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്സ്റ്റിൽ എവിടെയെങ്കിലും ഇങ്ങനൊരു പിക്ചർ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ആ ചാപ്റ്ററിൽ നമ്മുടെ ഇങ്ങനൊരു പിക്ചർ കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ലുക്ക് അറ്റ് ദി ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ. ഇതാണ് ആ ഇല്ലുസ്ട്രേഷൻ, ഈ പിക്ചർ നമ്മുടെ ചെയിൻ ഓഫ് ലൈഫ് ചാപ്റ്ററിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഈ പിക്ചർ ഒന്ന് ശരിക്കും നോക്ക്. ഇവിടെ റോക്കുണ്ട്, മരമുണ്ട്, സൺലൈറ്റ് ഉണ്ട്, വാട്ടർ. ഇതൊരു പോണ്ടാണല്ലേ. ഈ പോണ്ടിന് ചുറ്റും സ്വാഭാവികമായിട്ടും പോണ്ടിൽ മീൻ കാണും. ഇതാ ഉണ്ട് മീൻ ഇവിടെ. പിന്നെ മീനിനെ കഴിക്കുന്ന കൊക്ക് കാണും. പിന്നെ ഈ മീനിനെ അല്ലെങ്കിൽ ഇവിടുത്തെ പുല്ലൊക്കെ കഴിക്കുന്ന ഗ്രാസ് ഹോപ്പർ കാണും. ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന തവള കാണും ഇല്ലേ. പിന്നെ മീനിനെ തന്നെ ഭക്ഷിക്കുന്ന ക്രാബ് കാണും, ഞണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് പിന്നെ കാണാൻ പറ്റുന്നത് ഒച്ചിനെയാണ്, സ്നെയിലിനെ. പിന്നെ ഡ്രാഗൺ ഫ്ലൈ. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു കുളത്തിലായാലും കാണാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ പടത്തിൽ തന്നിരിക്കുന്ന ഒരു പോണ്ടാണ്. അപ്പോൾ പോണ്ടിൽ ആരൊക്കെയുണ്ട്? മീനുണ്ട്, മീനിനെ കഴിക്കുന്നൊക്കെ കൊക്കുണ്ട്. ഇപ്പോൾ കൊക്കിൻ്റെ ആഹാരം മീനായതുകൊണ്ട് മീൻ എവിടെ ഉണ്ട് അവിടെ കാര്യം കാണും, കൊക്കും കാണും. ഇനി ഇവിടുത്തെ പുല്ല് കഴിക്കാൻ വരുന്നുണ്ട് ആര്? പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പറിനെ ഭക്ഷിക്കുന്നത് തവളയാണ്. അപ്പോൾ പുൽച്ചാടി എവിടെ ഉണ്ടോ അവിടെ തവളയും ഉണ്ട്. ഇനി മീനിനെ ഭക്ഷിക്കുന്ന മറ്റൊരു ആളാണ് ഞണ്ട്, ക്രാബ്. പിന്നെ കാണുന്നത് സ്നെയിലാണ്. സ്നെയിലും ഇവിടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ ഇലകളാണ് കഴിക്കുന്നത്. ഇനിയുള്ള ഡ്രാഗൺ ഫ്ലൈയും ചെറിയ ചെറിയ ഈ ഇൻസെക്ട്സിനെ ഭക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു ഹാബിറ്റാറ്റാണ്. എന്തായിരുന്നു ഹാബിറ്റാറ്റ്? ഒരു ജീവിക്ക് അവരുടെ ഭക്ഷണം കിട്ടണം, അവർക്ക് അവിടെ താമസിക്കാൻ പറ്റണം. ആ ഒരു കണ്ടീഷൻ ഉള്ളതിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഹാബിറ്റാറ്റാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. റൈറ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം. എന്തെഴുതണം? ടൈറ്റിൽ എഴുതണം. നമ്മൾ ഹെഡിങ് എഴുതണം ഇവന്. എന്നിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്യണമെന്ന്. അതെന്താണെന്നുള്ളത് അടുത്ത ബോക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, എ ബി. എയുടെ താഴെ സോയിലാണ് കിടക്കുന്നത്, സോയില്. ബിയുടെ താഴെ ഡ്രാഗൺ ഫ്ലൈ. സോയിലും ഡ്രാഗൺ ഫ്ലൈയും. ഡ്രാഗൺ ഫ്ലൈ ജീവനുള്ള സാധനമാണ്. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ ജീവനുള്ളതാണ്. അപ്പോൾ ഇവർ ലിവിങ് തിങ്സ് അല്ലേ? ഈ ബോക്സിൽ അവർ ഉദ്ദേശിച്ചത് ലിവിങ് തിങ്സിനെ എഴുതാനല്ലേ? അല്ലേ, ലിവിങ് തിങ്സും. അപ്പോൾ മറ്റേ ബോക്സ് എന്തായിരിക്കും? നോൺ ലിവിങ് തിങ്സും ആയിരിക്കും. നോൺ ലിവിങ് തിങ്സ്, ജീവനില്ലാത്ത വസ്തുക്കൾ. അപ്പോൾ ജീവനുള്ള വസ്തുക്കളെയും ജീവനില്ലാത്ത വസ്തുക്കളെയാണ് ഇവരിവിടെ ഉദ്ദേശിച്ചത്. ഡ്രാഗൺ ഫ്ലൈ ജീവനുള്ള വസ്തുവായതുകൊണ്ട് ഇവരുടെ ടൈറ്റിൽ അല്ലെങ്കിൽ ഇവരുടെ ഹെഡിങ് എന്ന് പറയുന്നത് ലിവിങ് തിങ്സ് ആയിരിക്കും, ജീവനുള്ളത്. സോയിൽ ജീവനില്ലാത്ത വസ്തുവാണ്. അപ്പോൾ നമ്മൾ എന്തോ എഴുതും? നോൺ ലിവിങ് തിങ്സ്. ഇനി സോയിലിനെ പോലെ താഴെ പിന്നെ ആരൊക്കെയുണ്ട് ആ പിക്ചറിൽ? ആ പിക്ചർ ഒന്നുകൂടെ നോക്കിയേ. സോയിൽ കിടപ്പുണ്ട്, ഇവിടെ മണ്ണുണ്ട്. ഇനി റോക്കില്ലേ ജീവനില്ലാത്ത? റോക്ക് ഒരു നോൺ ലിവിങ് തിങ് അല്ലേ? പിന്നെ വെള്ളം ഒരു നോൺ ലിവിങ് തിങ് അല്ലേ? സൺലൈറ്റ് ഒരു നോൺ ലിവിങ് തിങ് അല്ലേ? അപ്പോൾ ഇതെല്ലാം ജീവനില്ലാത്ത വസ്തുക്കളുടെ കാറ്റഗറി പെടുന്നവരാ. ആരൊക്കെയുണ്ട്? സോയിലുണ്ട്, റോക്കുണ്ട്, വാട്ടറുണ്ട്, സൺലൈറ്റ്. പിന്നെ വിൻഡ് ഉണ്ടെങ്കിൽ അതിനെ എഴുതാം. ഇത് എല്ലാം നോൺ ലിവിങ് തിങ്സ് ആണ്, ജീവനില്ലാത്ത വസ്തുക്കളാണ്. ഇനി ഇവിടെ ജീവനുള്ള വസ്തുക്കളെ നോക്കാനുണ്ട്. നമുക്ക് ആദ്യം ജീവനില്ലാത്ത വസ്തുക്കളുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതാ സോയിൽ. ഇവിടെ നമുക്ക് റോക്ക് എഴുതാം, ROCK റോക്ക് എഴുതാം. രണ്ടാമത് നമുക്ക് സൺലൈറ്റ് എഴുതാം. ഇതെല്ലാം നോൺ ലിവിങ് തിങ്സ് ആണ് കേട്ടോ. ഇതെല്ലാം നോൺ ലിവിങ് തിങ്സ് ആണ്. ഇനി ജീവനുള്ള വസ്തുക്കൾ, ലിവിങ് തിങ്സ്, അതാരൊക്കെയുണ്ട്? ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്. പിന്നെ നമ്മൾ ഫിഷ് കണ്ടില്ലേ, ഫിഷിനെ കഴിക്കുന്ന കൊക്കിനെ കണ്ടില്ലേ, ക്രെയിൻ. ഇവരെല്ലാം ആരാണ്? ലിവിങ് തിങ്സ് ആണ്. അപ്പോൾ ജീവനുള്ള വസ്തുക്കൾ അവിടെ ആരൊക്കെയുണ്ട്? ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, ഫിഷ് ഉണ്ട്, ഫിഷിനെ ഭക്ഷിക്കുന്ന ക്രെയിനും ഉണ്ട്. ഓക്കെ, ഇത് മനസ്സിലായോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇവിടെയുള്ള ഈ പിക്ചർ കണ്ടിട്ട് ഇവിടെയുള്ളവരെ ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, രണ്ട് ടേബിളിലാക്കിയിട്ടുണ്ട്. ആ ഓരോ ടേബിളിന് ഹെഡിങ്ങും കൊടുക്കണം. ആദ്യത്തെ ഹെഡിങ് നോൺ ലിവിങ് തിങ്സിനെ പറ്റിയും രണ്ടാമത്തെ ഹെഡിങ് ലിവിങ് തിങ്സിനെ പറ്റിയുമാണ്. ഇനി
ബി പാർട്ട് നോക്ക്. പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഫോർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ഇൻ ദ പിക്ചർ. പിക്ചറിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ഫുഡ് കാർഡ് പ്രിപ്പയർ ചെയ്യാൻ. ഫുഡ് കാർഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളിങ്ങനെ ഈ ഒരു ബോക്സിൽ ഇവിടെ ഒരു ജീവിയുടെ പടമൊക്കെ തന്നിട്ടുണ്ടാവും. ഇവിടെ നെയിം ഓഫ് ദി അനിമൽ ഓർ ബേർഡ്, പിന്നെ അവരുടെ ഫുഡ്. ഇതാണ് നമ്മൾ ഫുഡ് കാർഡായിട്ട് പറയുന്നത്. ഞാനിത് പഠിപ്പിച്ചപ്പോൾ ഒരു ചാർട്ട് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ ചാർട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ അതിൻ്റെ പിക്ചർ ഒട്ടിക്കണം. ഇതിൻ്റെ പേര് എഴുതുക. ഇപ്പോൾ ക്രോ ആണെങ്കിൽ ക്രോ കഴിക്കുന്ന ഫുഡ് എഴുതുക. ഇതാണ് ഇതിൻ്റെ ഫുഡ് കാർഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പിക്ചറിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ഫുഡ് കാർഡിനെ പറ്റി എഴുതണം. നമുക്ക് ആരെ ഫുഡ് കാർഡിന് എഴുതാം? നമുക്ക് തവളയുടേത് എഴുതാം. ഓക്കെ, നമുക്ക് ആരെ പറ്റി എഴുതാം? ഫ്രോഗിനെ പറ്റി എഴുതാം. ഈ ഫ്രോഗിനെ പറ്റി എഴുതുമ്പോൾ നിങ്ങൾ പറ, എൻ്റെ അടുത്ത് നിങ്ങൾ എന്നോട് പറയണം. ഞാൻ ഇവിടെ എഴുതാൻ പോകുന്ന ഫ്രോഗാണേ. അപ്പം ഇവിടെ ഫ്രോഗിൻ്റെ ഒരു പിക്ചർ ഒട്ടിക്കുക. പരീക്ഷയ്ക്ക് നടക്കില്ല, ഞാൻ പറഞ്ഞ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫ്രോഗിൻ്റെ പിക്ചർ, ഇല്ലെങ്കിൽ വേണ്ട. ഫ്രോഗ് അത് കഴിക്കുന്ന ഫുഡ്, അതെന്തൊക്കെ ഫുഡ് കഴിക്കും? ആദ്യം അത് ആരെ കഴിക്കാറുണ്ട്? ഗ്രാസ് ഹോപ്പറിനെ കഴിക്കാറുണ്ട്. ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി. അത് ഡ്രാഗൺ ഫ്ലൈയെ കഴിക്കാറുണ്ട്. ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ, ചില ഇലകൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതാരുടെ ഫുഡ് കാർഡാണ്? ഫ്രോഗിൻ്റെ ഫുഡ് കാർഡാണ്. അപ്പോൾ ഫുഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസത്തിൻ്റെ അല്ലെ ആ അനിമലിൻ്റെ പേരെഴുതുക, പിന്നെ അത് കഴിക്കുന്ന ഫുഡ് എഴുതുക. ഇതാണ് ഫുഡ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ എന്താണ് ഫുഡ് കാർഡ് എന്നുള്ളത്? പേരും എഴുതുക, അവർ കഴിക്കുന്ന ഫുഡും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഫുഡ് കാർഡായി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനൊരു ബോക്സ് വരയ്ക്കണം. ഇതില്ലേലും കുഴപ്പമില്ല. ഞാൻ പിക്ചർ ഒട്ടിക്കുന്ന കാര്യമല്ലേ പറഞ്ഞാൽ അത് വേണ്ട. പരീക്ഷയ്ക്ക് അത് ചെയ്യാൻ പറ്റൂലല്ലോ, അത് വേണ്ട. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ടത് ഈ ബോക്സ് വരയ്ക്കുക എന്നുള്ള. ഇവിടെ അത് ആ ഓർഗാനിസത്തിൻ്റെ പേരെഴുതുക, അവർ കഴിക്കുന്ന ഫുഡ് എഴുതുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫുഡ് കാർഡ് എന്ന് വിളിക്കുന്നത്. ഡൗട്ടുണ്ടോ? ഇനി നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തരാം. ഇതിലേതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെയാണ് എഴുതാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരാം, നിങ്ങൾ ചെയ്തു നോക്കണം. ഇതിൽ ഈ സ്നെയിലിൻ്റെ ഫുഡ് കാർഡ് നിങ്ങൾ എഴുതണം. ആരുടെ? സ്നെയിലിൻ്റെ. SNAIL, സ്നെയിൽ. ഒച്ച് എന്ന് മലയാളത്തിൽ പറയും. ഈ സ്നെയിലിൻ്റെ ഫുഡ് കാർഡ് നിങ്ങൾ എനിക്ക് എഴുതി തരണം. ആദ്യം നെയിം ഓഫ് ദ ഓർഗാനിസം, സ്നെയിൽ, ഫുഡ്, അത് കഴിക്കുന്ന ഫുഡ് എന്തൊക്കെ എന്ന് ഒരു ബോക്സിനാക്കി ഇട്ട് എഴുതുമ്പോഴാണ് നമ്മൾ ഫുഡ് കാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എനിക്ക് എഴുതി കാണിച്ചു തരണം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണം കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. മസ്കിറ്റോസ് ബ്രീഡ് ഇൻ ദി സ്റ്റാഗ്നന്റ് വാട്ടർ ഇൻ ഡിസ്കാർഡഡ് ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് പ്ലാസ്റ്റിക് കവേഴ്സ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്ക്. മസ്കിറ്റോസ് ആര്? കൊതു. മലയാളത്തിൽ നമ്മൾ കൊതു എന്ന് വിളിക്കും. ബ്രീഡ് ഇൻ ദ സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനാണ്, അല്ലെങ്കിൽ ഒഴുക്കില്ലാത്ത വെള്ളത്തിനാണ് നമ്മൾ സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറയണത്. ഇപ്പോൾ റിവർ വാട്ടർ ഒഴുക്കുണ്ട്, പോണ്ട് വാട്ടറിന് ഒഴുക്കുണ്ട്. അല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഈ ചിരട്ടയിൽ കോക്കനട്ട് ഷെൽ, ചിരട്ട, തേങ്ങ പൊട്ടിച്ചിട്ട് കെട്ടണ രണ്ട് ഉണ്ടയില്ലേ ചിരട്ട, ആ ചിരട്ടയ്ക്കകത്ത് വെള്ളം കിടന്നു കഴിഞ്ഞാൽ അതിന് ഒഴുക്കില്ല, അത് കെട്ടിക്കിടക്കേ ഉള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊതു വന്ന് മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞ് പിന്നെ അടുത്ത് അതിൽ നിന്ന് വേറെ കൊതു വരും. അതിന് മുമ്പ് അതിൻ്റെ സ്റ്റേജ് ഒരുമാതിരി ഈ പുഴുവിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ മുട്ടയിട്ട് വിരിഞ്ഞു വരുന്നത് കൊതുവല്ല, അതിൻ്റെ ലാർവ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പുഴുവിനെ പോലെ ഇരിക്കും. ഇവരാണ് വളർന്ന് എന്തായിട്ട് മാറുന്നത്? കൊതുവായിട്ട് വന്നത്. അപ്പോൾ മുട്ട വിരിഞ്ഞുടഞ്ഞാൽ ഇവരെന്തായിട്ട് മാറൂല? കൊതുവായിട്ട് മാറൂല. ഇവർക്ക് ഒരു പുഴു എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്, അതിന് നമ്മൾ ലാർവേ സ്റ്റേജ് എന്ന് പറയും. പുഴു പോലെ വെള്ളത്തിൽ ഇഴഞ്ഞ് കളിക്കുന്ന കാണാൻ പറ്റും, ചിലവർക്കെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പുഴു പോലെ ഇഴഞ്ഞ് കളിക്കുന്നത് ആരാണ്? മീനല്ല, അത് കൊതുവിൻ്റെ കുഞ്ഞാണ്. അത് വളർന്ന് കൊതുവാവും. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മസ്കിറ്റോ വന്ന് മുട്ടയിടുന്നതും ഈ ലാർവ വളർന്ന് പിന്നെ വേറൊരു മസ്കിറ്റോ ആയിട്ട് മാറുന്നത്. അത് ബോട്ടിലായാലും കുപ്പികളിലായാലും പ്ലാസ്റ്റിക് കവറുകളിലായാലും വെള്ളം കെട്ടിക്കിടന്ന അവിടെ കൊതു മുട്ടയിടും. അത് നോക്കുമ്പോൾ രസമല്ലേ? സ്വിമ്മിംഗ് പൂളൊക്കെ അല്ലേ, വെള്ളമൊന്നും ഒഴുക്കില്ലല്ലോ, അതിന് സ്വിമ്മിംഗ് പൂളൊക്കെ പോലെ തോന്നും. അതിന് മുട്ടയിട്ട് കഴിഞ്ഞാൽ ലാർവ അതിനകത്ത് നിന്ന് ഓടിക്കളിക്കുന്നത് കാണാൻ പറ്റും. അത് വളർന്ന് അടുത്ത് കൊതുവാവും, നിങ്ങളെ കടിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചതാര്? നമ്മളാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എടുത്ത് കളയുന്നു, അതിനകത്ത് വെള്ളം കെട്ടി ആ കളഞ്ഞവനെ തന്നെ കൊതു അതിനകത്ത് മുട്ടയിട്ട് ലാർവ വളർന്ന് അടുത്ത കൊതുവാവും. ഈ ബോട്ടിൽ കളഞ്ഞവനെ തന്നെ വീണ്ടും വന്ന് കുത്തും, അവന് അസുഖവും വരും. അപ്പം നമ്മൾ തന്നെ നമ്മളെ കുഴി കുഴിക്കുകയാണ്.
മനസ്സിലായ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബോട്ടിൽ നിന്ന് ഇങ്ങനെ കളയാതിരിക്കുക, വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ സമ്മതിക്കരുത്. വെള്ളം കെട്ടിക്കിടക്കാൻ സമ്മതിക്കരുത്. കാര്യം മനസ്സിലായ? വെള്ളം കെട്ടിക്കിടന്നാൽ നമുക്ക് തന്നെ അത് പണിയാവും. ഇനി ക്വസ്റ്റ്യൻ നോക്ക്. എ സിറ്റുവേഷൻ ഇൻ വിച്ച് മസ്കിറ്റോസ് ബ്രീഡ് ഈസ് ഗിവൺ അബോ. ശരിയാണ്, ഇങ്ങനെയാണ് മസ്കിറ്റോസ് ബ്രീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മസ്കിറ്റോസ് പുതിയ പോപ്പുലേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത കൊതുകളെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ബ്രീഡ് ചെയ്യുക എന്ന് വിളിക്കുക. ഇനി റൈറ്റ് എനി സിമിലർ സിറ്റുവേഷൻ വിച്ച് 2 വെക്ടേഴ്സ് ബ്രീഡ്. ഇങ്ങനെയുള്ള 2 സിറ്റുവേഷൻ പറയാണ്. ഇങ്ങനെ വെക്ടർ എന്ന് വെച്ചാൽ കൊതുവിനെ പോലെ ഇങ്ങനെ ബ്രീഡ് ചെയ്യുന്ന 2 പേരുടെ കാര്യം. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് റൈറ്റ് എനി സിമിലർ സിറ്റുവേഷൻ വിച്ച് 2 വെക്ടേഴ്സ് ബ്രീഡ്. ഇങ്ങനെ ബ്രീഡ് ചെയ്യുന്ന 2 പേരുടെ കാര്യമാണ് ചോദിക്കുന്നത്. മസ്കിറ്റോ പോലെ ബ്രീഡ് ചെയ്യുന്നത്. അതിലൊരാൾ ഹൗസ് ഫ്ലൈ ആണ്. ഹൗസ് ഫ്ലൈ നമ്മൾ ഈച്ച എന്ന് വിളിക്കും മലയാളത്തിൽ. ഹൗസ് ഫ്ലൈ നമുക്കിങ്ങനെ ഒരു പടമില്ലേ, രാജമൗലിയുടെ പടമൊക്കെ ഉണ്ട്, ഈച്ച നായകനായിട്ടുള്ള. ഈച്ച എന്ന് തന്നെ സിനിമയുടെ പേരും. ഹൗസ് ഫ്ലൈ ഇവരെ ബ്രീഡ് ചെയ്യാൻ എങ്ങനെയെന്ന് അറിയാമോ? നമ്മളിപ്പം ആഹാരമൊക്കെ തുറന്നു വയ്ക്കുകയാണെങ്കിൽ ഈ ആഹാരം തുറന്നു വയ്ക്കുമ്പോൾ ഈ എന്താ പറയുക, ഫീമെയിൽ ഹൗസ് ഫ്ലൈ വന്ന് ഇതിൽ മുട്ടയിടും. ഈ മുട്ട വിരിഞ്ഞ് പിന്നെ പുതിയൊരു ഹൗസ് ഫ്ലൈ ആവും. പക്ഷേ ആഹാരം ഇങ്ങനെ കുറേ ദിവസം, ഒരാഴ്ചയോളം തുറന്നൊക്കെ വെക്കുകയാണെങ്കിലാണ് ഈ ഹൗസ് ഫ്ലൈ ഇടുന്ന മുട്ട വിരിഞ്ഞ് പുതിയ ഹൗസ് ഫ്ലൈ ആവുക. ഉടനെ വിരിയൂല കേട്ടോ. നമ്മൾ ഈ ആഹാരത്തിൻ്റെ വേസ്റ്റൊക്കെ എവിടെയെങ്കിലും ഇടുകയാണെങ്കിൽ, ഇപ്പോൾ ചെടിയുടെ മൂട്ടൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ ചെടിക്ക് ചുറ്റും ഇടൂല്ലേ ആഹാരത്തിൻ്റെ വേസ്റ്റൊക്കെ, ഇതിൻ്റെ പുറത്തും ഹൗസ് ഫ്ലൈ വന്ന് മുട്ടയിടാറുണ്ട്. ഇങ്ങനെ നമ്മൾ തുറന്ന് വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലാണ് ആര് വന്ന് മുട്ടയിടുന്നത്? ഹൗസ് ഫ്ലൈ വന്ന് മുട്ടയിടുക. അപ്പോൾ ഭക്ഷണങ്ങൾ തുറന്ന് വയ്ക്കാതിരിക്കുക. ഇതേപോലെ നമ്മൾ ഒരുപാട് നാൾ ഇരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. ഇത് ഹൗസ് ഫ്ലൈ. രണ്ടാമത് ലൈസ്. നമ്മളതിനെ പേൻ എന്ന് വിളിക്കും. ലൈസ് നമ്മുടെ തലയിലൊക്കെ ഉള്ള സാധനമാണത്. ഈ ലൈസ് നമുക്ക് മാത്രമല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഈ പേന് ശരീരത്തിൽ കയറാറുണ്ട്. ഈ ലൈസ് മുട്ടയിടുന്നത് അവരുടെ ഫെതേഴ്സിലായിരിക്കും. ഈ ബേർഡ്സിൻ്റെയൊക്കെ ആണെങ്കിൽ അവരുടെ തൂവലിലൊക്കെ ആയിരിക്കും മുട്ടയിടുന്നത്. അതേപോലെ നമ്മുടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഹെയറിലൊക്കെ ആയിരിക്കും മുട്ടയിടുക. അനിമൽസിലാണെങ്കിൽ അവരുടെ ശരീരത്തിലെ ഈ ചെറിയ ഹെയറിലൊക്കെ ആയിരിക്കും മുട്ടയിടുക. ഇങ്ങനെയാണ് ലൈസ് ബ്രീഡ് ചെയ്യുക. അപ്പോൾ ഹൗസ് ഫ്ലൈ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെയാണ് മുട്ടയിടുന്നതെങ്കിൽ ലൈസ് ഫെദറിലും നമ്മളെ ഹെയറിലൊക്കെയാണ് മുട്ടയിടുക. ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരും അസുഖങ്ങൾ വരുത്തുന്നതാണ്. ഇവർ രണ്ടുപേരും വെക്ടേഴ്സാണ്. ഓക്കെ, ഇനി നോക്കിയോ. റൈറ്റ് ടു പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മസ്കിറ്റോ ബൈറ്റ്. മസ്കിറ്റോ ബൈറ്റ് കിട്ടാതിരിക്കുക വെച്ചാൽ കൊതു കടിക്കാതിരിക്കുക എന്ത് ചെയ്യണം? ഒന്ന്, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാതിരിക്കാൻ നോക്കുക. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാൻ സമ്മതിക്കരുത്. അപ്പോൾ അതിന് ബ്രീഡ് ചെയ്യാൻ പറ്റില്ല. അതൊന്നാമത്തെ. രണ്ടാമത്, നിങ്ങൾ ഈ മസ്കിറ്റോ റെപ്പല്ലൻ്റ് എന്ന് പറയും. നമ്മൾ ഈ കയ്യിൽ ഈ ഒരു ക്രീമുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന, നമ്മൾ ഈ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് മസ്കിറ്റോ നമ്മൾ കടിക്കില്ല. നമ്മൾ മസ്കിറ്റോ ബൈറ്റ് നമുക്ക് ഏൽക്കില്ല, അല്ലെങ്കിൽ മസ്കിറ്റോ നമ്മൾ കടിക്കാറില്ല. അതിനെ മസ്കിറ്റോ റെപ്പല്ലൻ്റ് എന്ന് വിളിക്കും. മസ്കിറ്റോ റെപ്പല്ലൻ്റ് കേട്ടോ. REPPLANT റെപ്പല്ലൻ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ കിടക്കുമ്പോൾ കൊതുവല കെട്ടി കിടക്കുക, മസ്കിറ്റോ നെറ്റ് കെട്ടി കിടക്കുക. അപ്പോഴും കൊതു അടിക്കാറില്ല. ഓക്കെ, ഇപ്പോൾ പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ ആദ്യം വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ സമ്മതിക്കുക. 2, മസ്കിറ്റോ റിപ്പല്ലൻ്റ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കൊതുവല കെട്ടി കിടക്കുക. അല്ലെങ്കിൽ മറ്റേ കൊതുവിനെ അടിക്കുന്ന ബാറ്റില്ലേ, അത് വെച്ച് അടിച്ച് കൊല്ലുക. അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ കൈ വെച്ചെങ്കിലും അടിച്ചു കൊല്ലുക. അപ്പോൾ 2 പ്രിക്കോഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? കൈ വെച്ച് അടിച്ചു കൊല്ലണം ആരും പറയരുത്. 2 പ്രിക്കോഷൻസ് ചോദിക്കുമ്പോൾ ഒന്ന്, വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ സമ്മതിക്കുക. 2, മസ്കിറ്റോ റിപ്പല്ലൻ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒബ്സർവ് ദ ഫുഡ് വെബ് ഗിവൺ ബിലോ. ഈ ഫുഡ് വെബ് ഒന്ന് നോക്കിയേ. എന്തായിരുന്നു ഫുഡ് വെബ്? അതിനു മുമ്പ് എന്തായിരുന്നു ഫുഡ് ചെയിൻ? ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു ലിവിങ് ഓർഗാനിസം മറ്റൊരു ലിവിങ് ഓർഗാനിസത്തിനെ ഭക്ഷണത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ഫുഡ് ചെയിൻ എന്നാണ് വിളിക്കുക, അല്ലേ? ഒരു ലിവിങ് ഓർഗാനിസം മറ്റൊരു ലിവിങ് ഓർഗാനിസത്തിനെ ഭക്ഷണത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ഫുഡ് ചെയിൻ എന്ന് വിളിക്കും. എങ്ങനെ ഫുഡ് ചെയിൻ എന്ന് വിളിക്കും? ഇപ്പോൾ ഗ്രാസ്, പുല്ല്, അതാര് തിന്നും? ഗ്രാസ് ഹോപ്പർ തിന്നും, അല്ലേ? പുൽച്ചാടി തിന്നും. പുൽച്ചാടി ആര് കഴിക്കും? ഫ്രോഗ് കഴിക്കും. തവള ആര് കഴിക്കും? സ്നേക്ക് കഴിക്കും.
സ്നേക്കിനെ ആര് കഴിക്കും? ഈഗിൾ കഴിക്കും എന്ന് വിചാരിച്ചോ. ഈഗിൾ ആര് കഴിക്കും? വൾച്ചർ കഴിക്കും. ഇതിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇല്ലേ, ഇതൊരു ഫുഡ് ചെയിൻ അല്ലേ? ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കുന്നു, ഫ്രോഗിനെ സ്നേക്ക് കഴിക്കുന്നു, സ്നേക്കിനെ ഈഗിൾ കഴിക്കുന്നു, ഈഗിളിനെ ആര് കഴിക്കുന്നു? വൾച്ചർ കഴിക്കുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് വെബ് എപ്പോൾ തുടങ്ങുന്നത് ഒരു പ്രൈമറി പ്രൊഡ്യൂസറിൽ നിന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ ഗ്രാസ്, ട്രീ, പ്ലാന്റ് ഇതിൽ നിന്നൊക്കെ ആയിരിക്കും. എപ്പോഴും തീരുന്നതും വൾച്ചറിലായിരിക്കും. ഓക്കെ, ഇതൊരു ഫുഡ് ചെയിനാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ചെയിൻ ചേരുമ്പോഴാണ് ഒരു ഫുഡ് വെബ് ഉണ്ടാവുന്നത്, ഇല്ലേ? അപ്പോൾ ഇതൊരു ഫുഡ് ചെയിനാണ്. ഒരുപാട് ഫുഡ് ചെയിൻ ചേരുമ്പോൾ ഒരു ഫുഡ് വെബ് ഉണ്ടാവും. നമ്മൾ ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് എനി ടു ഫുഡ് ചെയിൻ ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ ബിലോ. ഈ തന്നിരിക്കുന്ന ഫുഡ് വെബിൽ നിന്ന് 2 ഫുഡ് ചെയിൻ എഴുതാൻ എളുപ്പമല്ലേ? നോക്കാം നമുക്ക്. ആണ്ടേ, ഇത് നമ്മൾ പ്ലാന്റ് എന്ന് എഴുതിയാൽ മതി. പ്ലാന്റോ ട്രീയോ. സ്കുറൽ, അണ്ണാൻ. അണ്ണാൻ ആര് കഴിക്കുന്നു? ഫോക്സ്. ഫോക്സിന് ആര് കഴിക്കും? വൾച്ചർ. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫുഡ് ചെയിൻ അല്ലേ? പ്ലാന്റിനെ സ്കുറൽ കഴിക്കുന്നു, സ്കുറലിനെ ഫോക്സ് കഴിക്കുന്നു, ഫോക്സിന് ആര് കഴിക്കുന്നു? വൾച്ചർ കഴിക്കുന്നു. ഇതൊരു ഫുഡ് ചെയിൻ അല്ലേ? തുടങ്ങിയത് കണ്ടോ? പ്ലാന്റിൽ നിന്ന്. അവസാനിച്ചത് എവിടെ? വൾച്ചർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തുടങ്ങുന്നത് പ്ലാന്റിലും ഒരു പ്രൈമറി പ്രൊഡ്യൂസറിലും തീരുന്നത് വൾച്ചറിലും ആയിരിക്കും. ഇതുപോലൊരു ഫുഡ് ചെയിൻ നിങ്ങൾ തന്നെ പറഞ്ഞു തരുമോ? ഒന്ന് നോക്ക്. ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലൊരു ഫുഡ് ചെയിൻ ഒരു ഫുഡ് ചെയിൻ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. നമുക്ക് രണ്ടാമത് ഇത് നോക്കിക്കൂടെ? പ്ലാന്റ്, വേം, പുഴു. അതിനാര് കഴിക്കും? ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പറിന് ആര് കഴിക്കും? തവള. തവള ആര് കഴിക്കും? സ്നേക്ക്. പാമ്പിനെ ആര് കഴിക്കും? വൾച്ചർ അല്ലേ? പ്ലാന്റിനെ വേം കഴിക്കുന്നു. വേമിനെ ആര് കഴിക്കും? ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പറിനെ ആര് കഴിക്കും? തവള ആര് കഴിക്കും? പാമ്പിനെ ആര് കഴിക്കും? വൾച്ചർ. ഇവിടെയും തുടങ്ങിയത് കണ്ടോ? തുടങ്ങിയത് പ്ലാന്റിൽ, തീർന്നത് വൾച്ചർ. ഇപ്പോൾ 2 ഫുഡ് ചെയിൻ ആയില്ലേ ഒരു ഫുഡ് വെബിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് വൺ ഈസ് എ ഫസ്റ്റ് ലിങ്ക് ഇൻ എ ഫുഡ് ചെയിൻ? ഏതായിരുന്നു ആദ്യത്തെ ലിങ്ക്? പ്ലാന്റ് അല്ലേ? എല്ലാ ഫുഡ് ചെയിനും തുടങ്ങുന്ന പ്ലാന്റിൽ, തീരുന്ന വൾച്ചറിലും ആയിരിക്കും. ഓക്കെ, ഇനി വാട്ട് ആർ ദ പ്രോബ്ലംസ് കോസ് ടു ദ എൻവയോൺമെൻറ്റ് ബൈ ദ ഡിസപ്പിയറൻസ് ഓഫ് സ്നേക്ക് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ ഹിയർ? ഈ ഫുഡ് വെബിൽ നിന്നും പാമ്പിനെ ഈ ഫുഡ് വെബിൽ നിന്നും പാമ്പില്ലാതായി എന്ന് വിചാരിക്കുക. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുന്ന ചോദ്യം നിങ്ങൾ തന്നെ പറ. ഇവിടെ പാമ്പില്ല. ഈ ഫുഡ് വെബിൽ ആരില്ല? പാമ്പില്ല. ഈ പ്ലാന്റിനെ വേം കഴിക്കും, വേമിനെ ഫ്രോഗ് കഴിക്കും. ഫ്രോഗിനെ കഴിക്കാൻ ഇവിടെ ആരുണ്ട്? ഫ്രോഗിനെ കഴിക്കാൻ ആരുണ്ട്? ആരുമില്ല. ഫ്രോഗിനെ കഴിക്കേണ്ട സ്നേക്ക് ഇല്ലല്ലോ. സ്നേക്ക് ആ ഫുഡ് വെബിലില്ല. അപ്പോൾ എന്ത് പറ്റും? സ്നേക്കിൻ്റെ എണ്ണം കൂടും. ഫ്രോഗിൻ്റെ എണ്ണം കൂടും. ഫ്രോഗിൻ്റെ എണ്ണം കൂടിയാൽ വേമിൻ്റെ എണ്ണം കുറയും, ട്രീൻ്റെ എണ്ണവും കൂടും. ഇനി ട്രീൻ്റെ എണ്ണം കൂടിയാൽ സ്കുറലിൻ്റെ എണ്ണം കൂടും. സ്കുറലിൻ്റെ എണ്ണം കൂടിയാൽ ഫോക്സിൻ്റെ എണ്ണവും കൂടും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു ലിവിങ് ഓർഗാനിസത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അളവിൽ കൂടുതലോ കുറവോ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഫുഡ് ചെയിൻ മൊത്തം ഈ ഫുഡ് വെബ് മൊത്തം ഡിസ്റ്റർബ്ഡ് ആവും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ സ്നേക്ക് ഇല്ലല്ലോ. അപ്പോൾ ഈ ചെടിയെ കഴിക്കുന്ന വേമിനെ കഴിക്കുന്ന ആര്? ഫ്രോഗിനെ കഴിക്കാൻ പാമ്പില്ല. അപ്പോൾ ഫ്രോഗിൻ്റെ എണ്ണം കൂടി. ആരുടെ എണ്ണം കുറയും? വേമിൻ്റെ എണ്ണം കുറഞ്ഞു. ഈ വേമിൻ്റെ എണ്ണം കുറഞ്ഞാലേ ഇവിടെ ഡ്രാഗൺ ഫ്ലൈക്ക് എന്ത് പറ്റും? അതിൻ്റെ എണ്ണവും കുറയും. കാരണം വേമിനെ കഴിക്കുന്ന മറ്റൊരാൾ ഡ്രാഗൺ ഫ്ലൈ ആണ്. വേമിൻ്റെ എണ്ണം കുറഞ്ഞാൽ ഡ്രാഗൺ ഫ്ലൈ ചാവും. മനസ്സിലായോ? ഇനി അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ സ്നേക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്ലൈയുടെ അളവ് കുറയും, സ്നേക്കിൻ്റെ അളവ് കൂടും. ഫ്രോഗിൻ്റെ അളവ്. ഇനി റാറ്റിൻ്റെ കാര്യമോ? പാമ്പാണ് റാറ്റിനെ കഴിക്കുന്നത്. ഈ പാമ്പില്ല എങ്കിൽ റാറ്റിൻ്റെ എണ്ണം കൂടും. റാറ്റിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ ഈ ജീവിയുടെ എണ്ണം കുറയും. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ഫുൾ ഫുഡ് വെബും ഡിസ്റ്റർബ്ഡ് ആവുമെന്ന് മനസ്സിലാക്കുക. അടുത്തതിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒബ്സർവ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഇൻ ദ പ്ലാന്റ്. ഈ പ്ലാന്റിൽ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. നെയിം ടു അതർ പ്ലാന്റ്സ് ഇൻ വിച്ച് ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം മാനർ.
ഇതേപോലെ ലീഫ് അറേഞ്ച്മെൻ്റുള്ള മറ്റ് 2 പ്ലാന്റുകളുടെ പേര് പറയുക. നിങ്ങൾ നോക്ക്, ഇത് ഒരു നോഡിൽ നിന്നും 2 ഇല ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരൊറ്റ നോഡിൽ നിന്നും ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട്, അടുത്ത നോഡിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട്, അങ്ങനെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ തുളസിയിൽ കാണുന്ന ലീഫിൻ്റെ ഫോർമേഷൻ രീതിയാണ്. തുളസിയിൽ നമ്മൾ മുറ്റത്ത് കാണില്ലേ തുളസിയിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് അങ്ങോട്ട്, അടുത്ത ലീഫ് ഇങ്ങോട്ട്, ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ്. നമ്മൾ തുളസിയിലും കാണും, നമ്മൾ ഗുവയിലും കാണും. ഏത്? പേരയ്ക്കയിൽ, പേരയ്ക്ക, ഗുവാവ എന്നെഴുതി ഗുവ എന്ന് വേണം വായിക്കാനേ. പേരയ്ക്കയിലും കാണും. നമ്മൾ ഇതേ ലീഫ് അറേഞ്ച്മെൻറ്റാണ് പേരയ്ക്കയിലും കാണുന്നത്. അപ്പോൾ ഇതേപോലെ ഓപ്പോസിറ്റ് ലീഫ് അറേഞ്ച്മെൻറ്റ് നമ്മൾ തുളസിയിലും കാണും, പേരയ്ക്കയിലും കാണും. ഡൗട്ടുണ്ടോ? അടുത്ത നോക്ക്, വാട്ട് അഡ്വാൻറ്റേജ് ഡു ദ പ്ലാന്റ് ഗെറ്റ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് അറേഞ്ച്മെൻറ്റ്? ഈ ഒരു ടൈപ്പ് അറേഞ്ച്മെൻറ്റിൽ നിന്നും പ്ലാന്റിന് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെ അഡ്വാൻറ്റേജ് എന്തെന്നാ? കൂടുതൽ സൺലൈറ്റ് കിട്ടും. സൺലൈറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. സൺലൈറ്റിൻ്റെ അളവ് കൂടിയാൽ ഫോട്ടോസിന്തസിസ് പെട്ടെന്ന് നടക്കൂലേ? ഫോട്ടോസിന്തസിസ് നമുക്ക് എന്ത് ആവശ്യമാണ്? സൺലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ സൺലൈറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇങ്ങനെ ലീഫ് അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആക്കുമ്പോഴാണ്. ഓക്കെ ആണോ? അപ്പോൾ എന്ത് അഡ്വാൻറ്റേജാണ് പ്ലാന്റിന് കിട്ടുന്നത്? സൺലൈറ്റിൻ്റെ അളവ് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ സൺലൈറ്റ് അവർക്ക് കൂടുതൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ അറേഞ്ച്മെൻറ്റ് കാണുന്നത് തുളസിയിലും കാണാറുണ്ട്, പേരയ്ക്കയിലും കാണാറുണ്ട്. ഈ ഒരു ലീഫ് അറേഞ്ച്മെൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർക്ക് സൺലൈറ്റ് കിട്ടുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത ഫോട്ടോസിന്തസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നോക്ക്, ദ ഇല്ലുസ്ട്രേഷൻ, ഈ പിക്ചർ given below indicate the components needed for photosynthesis. എന്തായിരുന്നു ഫോട്ടോസിന്തസിസ്? പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഫോട്ടോസിന്തസിസ് എന്ന് വിളിച്ചത് ഇല്ലേ? നമ്മൾ പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനല്ലേ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിച്ചേ? ഈ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ABCD. ഇതിൽ A എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. A എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. സൺലൈറ്റ്, സൂര്യ വെളിച്ചം. ഫോട്ടോസിന്തസിസിന് സൺലൈറ്റ് വേണം. B എന്ന് പറയുന്നത് ലീവ്സ് അല്ലെ ക്ലോറോഫിൽ എന്ന് പറയാം. ഒരു മിനിറ്റ്, ക്ലോറോഫിൽ എന്ന് പറയാം. ക്ലോറോഫിൽ. ഓക്കെ, അല്ലെ ലീവ്സ്. പിന്നെ വേണ്ടത് സി എന്ന് പറയുന്നത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണം ഇല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടേ ഫോട്ടോസിന്തസിസ് നടത്താൻ? ഡയോക്സൈഡ്. D എന്ന് പറയുന്ന വാട്ടർ വേണം. അപ്പോൾ ചെടിക്ക് ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കാൻ ചെടിക്ക് എന്തൊക്കെ ആവശ്യമാണ്? സൺലൈറ്റ് വേണം, ക്ലോറോഫില്ല് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടറും വേണം. ഈ 4 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ചെടിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ചെടി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിച്ചത്. ഫോട്ടോസിന്തസിന് എന്തൊക്കെ ആവശ്യമുണ്ട്? സൺലൈറ്റ്, ക്ലോറോഫില്ല്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. അടുത്തതിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നോക്കിയോ. 2 children had mingled fully with a child who is affected with contagious fever. കണ്ടേജിയസ് ഫീവർ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലോട്ട് പകരുന്നത്, അതാണ് കണ്ടേജിയസ്. അപ്പോൾ ഇത് പകരുന്ന പനിയാണ്, അതാണ് സംഭവം, പകരും. അപ്പോൾ 2 കുട്ടികൾ, ഒരു പനിയുള്ള കുട്ടിയായിട്ട് ഇവരെന്ത് ചെയ്ത് കളിക്കുകയൊക്കെ ചെയ്ത് കാണും, ഫുഡൊക്കെ ഷെയർ ചെയ്ത് കാണും, കളിച്ച് കാണും. ഓൺലി 1 child got affected with the fever, but the other child was not affected. അതിൽ ഈ 2 കുട്ടികളിൽ ഒരാൾക്ക് പനി പിടിച്ച് മറ്റേയാൾക്ക് പനി പിടിച്ചില്ല. അതെന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഇതിപ്പം വായിച്ചിട്ട് മറ്റവന് പനി പിടിക്കാത്തതിൽ എന്തോ വിഷമമുള്ളപോലെ തോന്നില്ലേ? ഒരാൾക്ക് പനി പിടിച്ച് മറ്റേയാൾക്ക് പനി പിടിച്ചില്ല, അതെന്താ അങ്ങനെയൊന്നും ചോദിക്കണ പോലെ. എന്തുകൊണ്ട് മറ്റേയാൾക്ക് രണ്ടാമത്തെ ആൾക്ക് പനി പിടിച്ചില്ല, ആദ്യത്തെ ആൾക്ക് പനി പിടിച്ചു എന്നാണ്? രണ്ടുപേരും ഒരുമിച്ചാണല്ലോ പനിയുള്ള കുട്ടിയായിട്ട് കളിച്ചത്, ആഹാരമൊക്കെ ഷെയർ ചെയ്ത് വെള്ളമൊക്കെ കുടിക്കുകയും ചെയ്ത്. എന്നിട്ട് ഒരാൾക്കേ പനി പിടിച്ചുള്ളൂ, മറ്റേയാൾക്ക് പനി പിടിച്ചതുമില്ല. അതെന്തോ വിഷമായതുപോലെ. അതിൻ്റെ റീസൺ എന്താണോ ചോദ്യം. ഇതിൻ്റെ റീസൺ മറ്റേ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലെന്നാണ്, അതാണ് എൻ്റെ റീസൺ. രണ്ടാമത്തെ കുട്ടി, ഇത് ഫസ്റ്റ് കുട്ടി, ഞാൻ വരയ്ക്കാം, എൻ്റെ വരപ്പൊക്കെ ഇച്ചിരി. ആദ്യത്തെ കുട്ടി A, ഇത് കുട്ടി B, കുറച്ച് ഉണ്ടത്തല കൊടുക്കാം, ഇത് കുട്ടി B. ഈ 2 കുട്ടികളും
മറ്റൊരു കുട്ടിയായിട്ട്, ഇതാണ് പനിയുള്ള കുട്ടി. പനിയുള്ള കുട്ടിക്ക് നമുക്ക് സ്മൈലി വേണ്ട, പനിയുള്ള കുട്ടി, വിഷമമുണ്ട്. പനിയുള്ള കുട്ടിയായിട്ട് ഇവർ രണ്ടുപേരും കളിച്ചു. ഓക്കെ, അപ്പോൾ ഇത് കുട്ടി എ, ഇത് കുട്ടി ബി. ഇവർ രണ്ടുപേരും ഹെൽത്തി കുട്ടികളായിരുന്നു. ഇത് പനിയുള്ള കുട്ടി, അതാണ് ഞാൻ തിരിച്ചു വരച്ചത്, വിഷമമാണ്. ഇവരായിട്ട് കളിച്ചു. ഇതിൽ കുട്ടി എയ്ക്ക് പനി പിടിച്ച്. അപ്പോൾ കുട്ടി എ എന്തോന്നായി? പനി പിടിച്ച കുട്ടിയായി. അതുകൊണ്ട് അവനും വിഷമമായി. പനി പിടിച്ച കുട്ടി ഇപ്പം ഇവനാണ് പനി പിടിച്ച കുട്ടി. കുട്ടി ബി ഇപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ നടക്കുന്നു. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അതിന് റീസൺ ഇവന് ഇമ്മ്യൂണിറ്റി കൂടുതലായതുകൊണ്ടാണ്. ഇമ്മ്യൂണിറ്റി എൻ്റെ ഐ ഇച്ചിരി മോശമാണ്. ഇമ്മ്യൂണിറ്റി IMMUNITY. ഓക്കെ, വേണ്ട ഇമ്മ്യൂണിറ്റി. അപ്പം രണ്ട് കുട്ടികൾ കളിച്ചും ചിരിച്ചൊക്കെ ആരോടെ കളിച്ചു? ഒരു പനിയുള്ള കുട്ടിയോടെ കളിച്ചു. ഇതിൽ ഇവന് പനി പിടിച്ച്, രണ്ടാമത്തവൻ അപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്ന്. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അവന് ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. ഓക്കെ, ഇതിൽ ഇവന് ഇമ്മ്യൂണിറ്റി കുറവായിട്ട് ഇവന് പനി പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട വാക്ക് കണ്ടേജിയസ് എന്ന, പകരുന്നത് എന്നർത്ഥം. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. ഇത് സിമ്പിൾ ടേബിളാണ്, ഞാൻ പറഞ്ഞുതരാം. BCG പഠിക്കേണ്ട, അതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. വെറുതെ നമ്മൾ രാത്രി ഈ BCGയുടെ ഫുൾ ഫോം എൻ്റെ ഓർമ്മ ശരിയാണ്, ജർമ്മനാണെന്ന് തോന്നുന്നു ഈ സയൻറ്റിസ്റ്റ്. ഈ BCGയുടെ പേരൊക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ ഞെട്ടി എണീക്കും പറഞ്ഞ് അമ്മാതിരി പേരാണ്. അത് പഠിക്കേണ്ട. നമുക്ക് ഡിസീസ് പഠിക്കാം. ട്യൂബർകുലോസിസ്. രണ്ടായിട്ട് എഴുതി തന്നത് വായിക്കാൻ എളുപ്പത്തിനാണ്. ട്യൂബർകുലോസിസ് രണ്ടായിട്ട് എഴുതി കളയില്ല. ഇത് ഒരു വാക്കാണ്, ഞാൻ രണ്ടായിട്ട് എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പത്തിനാണ്. TUBER, കുലോസിസ് CULOSIS, ട്യൂബർകുലോസിസ്. ഇതിന് ക്ഷയം എന്നും മലയാളത്തിൽ പറയും. ഈ ക്ഷയം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ചുമച്ച് ഒരു വഴിയാവും എന്ന് പറയില്ല, അതാണ് സംഭവം. ചുമച്ച് അവസാനം ആൾ വയ്യാതെ കിടപ്പില്ല, അവണത് വരെ ചുമയ്ക്കും. അതാണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. ക്ഷയം എന്ന് പറയും. അത് വരാതിരിക്കാൻ എടുക്കേണ്ട വാക്സിനാണ് BCG എന്ന് പറയുന്നത്. എല്ലാ കുട്ടികളിലും ഇതിപ്പോൾ എനിക്ക് 9 മാസമൊക്കെ ആകുമ്പം 9 മാസമൊക്കെ ആകുമ്പം കുട്ടികളിൽ എടുക്കുന്ന വാക്സിനാണ് BCG എന്ന് പറയുന്നത്. ട്യൂബർകുലോസിസ് വരാതിരിക്കാനാണ് കേട്ടോ. ക്ഷയം എന്ന് പറയുന്നത് കുട്ടികൾ ഈ ചുമച്ച് കുട്ടികളായാലും വലിയവരായാലും ചുമച്ച് ഒരു വഴിയാവും, അവസാനം കിടപ്പിലും ആവും. അതാണ് ഈ ട്യൂബർകുലോസിസ് അസുഖം എന്ന് പറയുന്നത്. പോളിയോ വാക്സിൻ എടുക്കുന്നത് പോളിയോ അസുഖം വരാതിരിക്കാനാണ്. പോളിയോ POLIO, എളുപ്പമുള്ള പേരല്ലേ പോളിയോ. ഈ പോളിയോ അസുഖം എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളിൽ വൈകല്യങ്ങൾ സംഭവിക്കും. വൈകല്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ കൈ വളഞ്ഞു പോവും, അല്ലെങ്കിൽ വിരലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. ചിലപ്പം ബുദ്ധിയിൽ നമ്മൾ സാധാരണ നോർമലായിട്ട് നമ്മൾ പെരുമാറാറില്ല. ഇതൊക്കെയാണ് പോളിയോയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ പോളിയോ അസുഖം വരാതിരിക്കാൻ പോളിയോ വാക്സിൻ എല്ലാ കുട്ടികളിലും എടുക്കും. പണ്ട് ഇത് ഇഞ്ചക്ഷനായിരുന്നു, പിള്ളേരെല്ലാം പിടിച്ച് കരയിക്കും. ഇപ്പോൾ അത് ഡ്രോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വായിലിങ്ങനെ തുള്ളി മരുന്ന് ഒഴിച്ചു തരും. പണ്ട് ഇഞ്ചക്ഷനായിരുന്നു. പണ്ട് ഈ തൊടയുടെ ഭാഗത്തായിട്ട് പിടിച്ച് ഒരു കുത്ത് വന്നിട്ട് പിതുക്കും, അപ്പോൾ പിള്ളേർ കരഞ്ഞു തുടങ്ങും. ഇപ്പോൾ അത് വായിൽ ഡ്രോപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി MR വാക്സിൻ. ഈ വാക്സിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ അസുഖം. M for measles, R for rubella. M for measles, MEASLES, മീസിൽസ്. ഞാൻ ഇങ്ങോട്ട് എഴുതിത്തരാം. മീസിൽസ് MEASLES, മീസിൽസും റുബല്ലയും RUBELLA. ഇത് രണ്ട് അസുഖമാണ്, മീസിൽസും റുബല്ലയും. ഈ ദേഹത്ത് ഇങ്ങനെ പൊങ്ങി ചുവന്ന് വരുന്ന ഒരു അസുഖമാണ് മീസിൽസ് ആൻഡ് റുബല്ല എന്ന് പറയുന്നത്. അത് വരാതിരിക്കാൻ എടുക്കേണ്ട വാക്സിൻ MR വാക്സിനാണ്. എടുത്തില്ലെങ്കിൽ വരുമോ എന്ന് ചോദിക്കും. വരാനുള്ള ചാൻസ് കൂടുതലെന്നാണ്. എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും വരുമെന്നുള്ളതല്ല. ഇപ്പം എക്സാമ്പിൾ പോളിയോ വാക്സിൻ എടുത്തില്ലെങ്കിൽ പോളിയോ വരും എന്നല്ല അർത്ഥം. പോളിയോ വാക്സിൻ എടുത്തില്ലെങ്കിൽ പോളിയോ വരാനുള്ള സാധ്യത കൂടുതൽ എന്നാണ് അർത്ഥം. മനസ്സിലായ? പക്ഷേ പോളിയോ വാക്സിൻ എടുത്താൽ അത് വരാനുള്ള സാധ്യത ഇല്ല, കുറവായിരിക്കും. MR വാക്സിൻ എടുത്തില്ലെങ്കിൽ എനിക്ക് മീസിൽസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല, വരാനുള്ള സാധ്യത കൂടുതലാണെന്ന അർത്ഥം. ഓക്കെ, ഇനി ഇവരെയൊക്കെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, അപ്പോഴല്ലേ എൻ്റർടൈൻമെൻറ്റ്. ഇതാണ് മീസിൽസ് ആൻഡ് റുബല്ല വരുന്നത്. ഇത് റുബല്ലയാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ കുട്ടികളുടെ ദേഹത്ത്, മിക്കവാറും കുട്ടികളുടെ ദേഹത്താണ് ഇങ്ങനെ ചുവന്ന് ഇങ്ങനെ പുള്ളി പോലെ വരും. ഇതാണ് മീസിൽസ് എന്ന് പറയുന്നത്. ഇതാണ് പോളിയോ. ഇതാണ്ട് ഈ പെൺകുട്ടിയുടെ കാല് കണ്ട ഇങ്ങനെ പെൺകുട്ടിയുടെ കാല് കണ്ട വളഞ്ഞിരിക്കുന്നത്, ഇത് പോളിയോ അസുഖം വന്നതാണ്. ഇത്
പോളിയോ വാക്സിൻ എടുത്താൽ വരാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കണം, ചിലർ പോളിയോ വാക്സിൻ എടുത്തില്ല, പോളിയോ വരുമോ? അങ്ങനെയില്ല, വരാനുള്ള ചാൻസ് കൂടുതലാണ് പോളിയോ വാക്സിൻ എടുത്തില്ലെങ്കിൽ. ഓക്കെ, കുട്ടി പോളിയോ വാക്സിൻ എടുത്തില്ല എന്ന് തോന്നുന്നു, കാലം പോളിയോ വന്നിട്ടുള്ളതുകൊണ്ടാ. ഇതാണ് സംഭവം. അടുത്ത ചോദ്യമേ, ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യും. നമ്മൾ ഇതേപോലൊരു പിക്ചർ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഭയങ്കര വലിയ ചാപ്റ്റർ ആയിരുന്നില്ല, ഓർമ്മയില്ലേ? അതിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. നെയിം ദ പ്ലാന്റ് വിച്ച് ഗ്രോസ് ക്ലിങ്ങിങ് ടു ദ ബ്രാഞ്ച് ഓഫ് ദ മാംഗോ ട്രീ. നമ്മളെ മാവിൽ വളരുന്നൊരു ചെടിയാണിത്. മാവിലെ ബ്രാഞ്ചസ് ഒക്കെ ചുറ്റിപ്പിടിച്ച് വളരുന്നൊരു ചെടിയാണിത്. റൈറ്റ് ദ കോമൺ നെയിം ഓഫ് സച്ച് പ്ലാന്റ്. അങ്ങനെയുള്ള പ്ലാന്റുകളുടെ കോമൺ നെയിം എന്താണെന്നാണ്. ഓക്കെ, ഇത് ഏതാണ് പ്ലാന്റ് എന്ന് മനസ്സിലായോ? ഇത് ലൊറാന്തസ് ആണ്. ലൊറാന്തസ്, LORANTHUS അല്ലേ? ലൊറാന്തസ് ആണ് മാംഗോ ട്രീയിൽ വളരുന്ന ചെടി എന്ന് പറയുന്നത്. ഇവരെ കോമൺലി പാരസൈറ്റ് എന്ന് വിളിക്കും. പാരസൈറ്റ്, ഇവനെ പാരസൈറ്റ് എന്ന് വിളിക്കും. മാംഗോ ട്രീനെ നമ്മൾ ഹോസ്റ്റ് എന്ന് വിളിക്കും. മാംഗോ ട്രീനെ നമ്മൾ ഹോസ്റ്റ് എന്നും, ഇങ്ങനെ മാംഗോ ട്രീയിൽ പറ്റി വളരുന്ന അല്ലെങ്കിൽ ഏതൊരു ചെടിയെ പറ്റി വളരുന്ന പ്ലാന്റ്സിനെ നമ്മൾ പാരസൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ലൊറാന്തസ് ഒരു പാരസൈറ്റ് ആണ് ഇല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊരു ഫുള്ളി പാരസൈറ്റ് അല്ല, ഇതൊരു സെമി പാരസൈറ്റ് എന്ന് പറയും. വെള്ളവും ന്യൂട്രിയൻസൊക്കെ ആരെയും നിന്ന് എടുക്കും? മാംഗോ ട്രീയിൽ നിന്ന് എടുക്കും. പക്ഷേ ഇവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. അതുകൊണ്ട് ലൊറാന്തസിനെ നമ്മൾ സെമി പാരസൈറ്റ് എന്നാണ് വിളിക്കുന്നത്. സെമി പാരസൈറ്റ്. ഇവ മൊത്തത്തിൽ മോഷ്ടിക്കൂല. എന്തൊക്കെ മോഷ്ടിക്കൂ? വെള്ളവും മിനറൽസും മോഷ്ടിക്കും. ഓക്കെ, വെള്ളവും മിനറൽസും മോഷ്ടിക്കും. പിന്നെ സ്വന്തമായിട്ട് അവൻ ഫുഡും ഉണ്ടായിക്കോളും. ഇതുകൊണ്ട് ഇവനെ സെമി പാരസൈറ്റ് എന്ന് വിളിക്കും. മൊത്തത്തിൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡിനെ ഇവ അടിച്ചു മാറ്റും. ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡിനെ മൊത്തത്തിൽ അടിച്ചു മാറ്റുന്ന പാരസൈറ്റും. സെമി പാരസൈറ്റ് എന്ന് പറയാനുള്ള കാരണം വെള്ളവും മിനറൽസും ആരെയും അടിച്ചു മാറ്റും? മാംഗോ ട്രീയിൽ നിന്ന് അടിച്ചു മാറ്റും. എന്നിട്ട് ഇവൻ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. അതുകൊണ്ട് ലൊറാന്തസിനെ സെമി പാരസൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഇതിൻ്റെ ബി പാർട്ട് നോക്ക്. ദ ഫീച്ചേഴ്സ് ഓഫ് റൂട്ട് ഓഫ് ദിസ് പ്ലാന്റ്, ഏത്? ലൊറാന്തസിൻ്റെ, ആർ ഗിവൺ ബിലോ, ചൂസ് ദ റൈറ്റ് വൺ. ലൊറാന്തസിൻ്റെ റൂട്ട്സിനെ പറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്, ഏതാണ് ശരിയെന്ന് നോക്കാനാണ്. സ്മോൾ റൂട്ട് അബ്സോർവ് വാട്ടർ ഫ്രം സോയിൽ. അത് അപ്പോഴേ തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഇവൻ സോയിലിൽ നിന്നാണ് വെള്ളം അബ്സോർബ് ചെയ്യണത്? അല്ല. അപ്പോൾ ഒന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കുക അല്ലേ? ഒന്ന് തെറ്റല്ലേ? ഒന്ന് തെറ്റാണ്. ഇനി നിങ്ങൾ നേരെ പോകേണ്ട ഓപ്ഷനിലോട്ടാണ്. ഒന്നുള്ള ഓപ്ഷൻ എല്ലാം നമ്മൾ കളയുക കേട്ടോ. ഒന്നുള്ള ഓപ്ഷൻ കളയുക. അപ്പോൾ നിങ്ങൾ ഒന്നുള്ള ഓപ്ഷൻ കളയുക. നോക്കാം. അപ്പോൾ ഒന്ന് തെറ്റാണ്. ഒന്നുള്ള എല്ലാ ഓപ്ഷനും നിങ്ങൾ തെറ്റാണെന്ന് പറയുക. അപ്പോൾ എന്തായാലും ഓപ്ഷൻ 1 വരില്ല. കാരണം ഇതിൽ 1 and 3 ആർ കറക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. 1 എന്തായാലും തെറ്റാണ്, കളയുക. 2 only 1 ഈസ് കറക്റ്റ്. അല്ല, ഒന്ന് തെറ്റല്ലേ? വാട്ടർ അവർ അബ്സോർവ് ചെയ്യുന്ന സോയിലിൽ നിന്നാണ്? അല്ല. അപ്പോൾ ഒന്ന് എന്തായാലും തെറ്റാണ്. 2 ഓപ്ഷൻ ക്യാൻസലായി. ഇനി നമ്മൾ നോക്കേണ്ടത് only 2 ഈസ് കറക്റ്റ്, 2 and 4 ആർ കറക്റ്റ്. ഇതിലേതാണ് ശരിയെന്നാണ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ എന്താണ്? സ്മോൾ റൂട്ട് ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലിങ് ഓൺ ദ ട്രീ, തിക്ക് റൂട്ട് ഹെൽപ്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, അത് ഏകദേശം ശരിയാണ്. സ്മോൾ റൂട്ട് ഉപയോഗിച്ച് പ്ലാന്റിൽ പറ്റിപ്പിടിച്ചിരിക്കും. തിക്ക് റൂട്ട്സ് ഉപയോഗിച്ചാണ് ഇവർ ഈ വെള്ളം അബ്സോർബ് ചെയ്യുക. പക്ഷേ ഈ വെള്ളം അബ്സോർബ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നല്ല, സാധാരണ രീതിയിൽ ഇവർ പ്ലാന്റിൽ നിന്നാണ് അല്ലെങ്കിൽ മാംഗോ ട്രീയിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. അതാണ് ഇരുന്നോട്ടെ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. തിക്ക് റൂട്ട് അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ. ഇവിടെയും സോയിൽ വന്നിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ 3യും തെറ്റാണ്. അത് നോക്കണ്ട. ഇതിൽ ഓപ്ഷൻ 3 എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് 2 ഓപ്ഷനിൽ ഓപ്ഷൻ 3 ഇല്ല. സ്മോൾ റൂട്ട് ആൻഡ് തിക്ക് റൂട്ട് അബ്സോർബ് വാട്ടർ ഫ്രം ദ ട്രീ. സ്മോൾ റൂട്ടും തിക്ക് റൂട്ടും ട്രീയിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യാറുണ്ട്. നാലാമത്തത് ശരിയാണ്. അപ്പം 2 and 4 അല്ലേ കറക്റ്റ്? സാധാരണ രീതിയിൽ സ്മോൾ റൂട്ട് ക്ലിങ് ചെയ്യാനാണ് ഉപയോഗിക്കാറ്. അല്ല, 2 and 4 അല്ല, 3 ആണ് കറക്റ്റ്. only 2 ഈസ് കറക്റ്റ്. ഓക്കെ, ഇത് 4 കറക്റ്റ് അല്ല. സ്മോൾ റൂട്ട് വെച്ച് ഇവർ സാധാരണ ചെടിയിൽ പറ്റി പിടിച്ചിരിക്കാൻ ഉപയോഗിക്കും. തിക്ക് റൂട്ട്സ് ഉപയോഗിച്ച് വെള്ളം അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ only 2 ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായോ? എന്തായാലും സോയിൽ വരുന്ന ഓപ്ഷൻ 2ഉം കളയുക. അപ്പോൾ 1ഉം വരില്ല, 2ഉം വരില്ല. പിന്നെയുള്ള 3യും 4ഉം ആണ്. ഇതിൽ 3 ആണ് കറക്റ്റ്. മനസ്സിലായോ? ഇത് എളുപ്പമല്ലേ? ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ഓപ്ഷൻ നേരെ പോയി ക്യാൻസൽ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാംഗോ ട്രീ ഇഫ് ലൊറാന്തസ് ഗ്രോസ് ഓൺ ഇറ്റ്? എന്ത് സംഭവിക്കുന്ന മാംഗോ ട്രീക്ക്? ഒന്നും പറ്റില്ല. മാംഗോ ട്രീ അങ്ങ് പട്ടുപോകും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഈ മാംഗോ ട്രീയിൽ ലൊറാന്തസ് ഒരുപാട് കിടന്ന് വളർന്നാൽ
ഈ മാംഗോ ട്രീക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും മിനറൽസാണ് ആരടിച്ച് മാറ്റണത് തന്നെ ലൊറാന്തസ് അടിച്ച് മാറ്റുന്നത്. അപ്പോൾ മാംഗോ ട്രീ എങ്ങനെ വളരും? മാംഗോ ട്രീ പതുക്കെ ക്ഷയിച്ച് പട്ടുപോകും. അത്രേ ഉള്ളൂ. ഇപ്പോൾ മാംഗോ ട്രീ വിൽ ഇവഞ്ച്വലി ഡൈ എന്നാണ്. ആദ്യം തുടക്കത്തിൽ അവൻ്റെ ഗ്രോത്ത് കുറയും. രണ്ടാമത് ഇവൻ ഫ്രൂട്ട്സിൻ്റെ പ്രൊഡക്ഷനിൽ അത് കുറയും. ആൻഡ് ഇവഞ്ച്വലി ഡൈ, ചാവും. ഓക്കെ, അതാണ് ലൊറാന്തസ് വളർന്നാലുള്ള ഗുണം, മാംഗോ ട്രീക്കുള്ള ഗുണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ലൊറാന്തസ് വളർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മാംഗോ ട്രീക്കോട് സ്നേഹം ഉണ്ടെങ്കിൽ, മാവിനോടുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ വലിച്ചു പൂച്ച് താഴെ ഇടുക, അതിനെ ലൊറാന്തസിനെ. അവസാനത്തെ ക്വസ്റ്റ്യൻ, കീപ്പ് അവേ ഡിസീസസ്. ഇത് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ, ആശുപത്രി അങ്ങനെ പഠിച്ചാൽ മതി. പ്രൈമറി ഹെൽത്ത് സെൻ്റർ വെച്ചാൽ ആശുപത്രിയിൽ കൊടുത്തിരുന്ന ബോർഡാണ്. കോളറ, ഡെങ്കു, ക്യാൻസർ, ഡയബറ്റിസ്, ജോണ്ടിസ്, ചിക്കൻ ഗുനിയ, COVID-19, ഇവിടെ കോമണ്ട് COVID-19, ഹെഡ് ഏക്ക്, കൺജക്റ്റിവിറ്റിസ്, ടൂത്ത് ഏക്ക്. അറിഞ്ഞൂടാത്ത ഒരുപാട് ഡിസീസ് കാണും, നമ്മൾ വലുതായിട്ട് നോക്കണ്ട. കൺജക്റ്റിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ചെങ്കണ്ണെന്നാണ്. ഈ കണ്ണൊക്കെ ചുവന്ന് വരില്ലേ, അതിനാണ് ചെങ്കണ്ണെന്ന് പറയും. ചെങ്കണ്ണ്, തലവേദന. പിന്നെ COVID-19 എല്ലാവർക്കും അറിയാം. ചിക്കൻ ഗുനിയ കൊതു വരുത്തുന്നതാണ്. ടൂത്ത് ഏക്ക്, പല്ലുവേദന. കോളറ, ഡെങ്കു, ക്യാൻസർ, ഡയബറ്റിസ്, ജോണ്ടിസ്. ഇതിൽ ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ജോണ്ടിസ് എഴുതിയിട്ടുണ്ട്, ഇവിടെ ടൂത്ത് ഏക്ക് എഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കുക, ടൂത്ത് ഏക്ക് പകരില്ല, ജോണ്ടിസ് പകരും. ഇത് കണ്ടേജിയസ് ഡിസീസും ഇത് നോൺ കണ്ടേജിയസ് ഡിസീസുമാണ്. പകരുന്ന ഡിസീസസും പകരാത്തവയും. ഇപ്പോൾ ഇവിടെ എഴുതേണ്ട കണ്ടേജിയസ്, CONTAGIOUS, കണ്ടേജിയസ്. തൊട്ടപ്പുറത്ത് എഴുതേണ്ട നോൺ കണ്ടേജിയസ് ആണ്, NON-CONTAGIOUS, നോൺ കണ്ടേജിയസ് എന്ന് എഴുതാം കേട്ടോ. ഇത് പകരുന്നത്, ഇവനെ പകരാത്തതെന്ന് പറയും. ജോണ്ടിസ്. ഇനി പകരുന്ന കുറച്ച് പേര് നോക്കാം. ഈ കൺജക്റ്റിവിറ്റീസ് പകരാറുണ്ട്, ചെങ്കണ്ണ് പകരും. അപ്പോൾ ഇവിടെ ചെങ്കണ്ണ് എഴുതാം. പിന്നെ വേണമെങ്കിൽ ചിക്കൻ ഗുനിയ എഴുതാം, ഇല്ലേ? ചിക്കൻ ഗുനിയ എഴുതിക്കൂടെ? COVID-19 എഴുതാം, COVID-19 പകരില്ലേ? COVID-19 എഴുതാം, ചിക്കൻ ഗുനിയ എഴുതാം, കൺജക്റ്റിവിറ്റീസ് എഴുതാം, ആരെ വേണം ഇവിടെ എഴുതാം. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ജോണ്ടിസ് എഴുതിയിട്ടുണ്ട്, ഇവിടെ COVID-19 എഴുതാം. കൺജക്റ്റിവിറ്റീസിന് നേരെ താഴെ COVID-19 പകരുന്നവയല്ലേ? ചിക്കൻ ഗുനിയ പകരുന്നവയല്ലേ? പിന്നെ വേറെ ആരുണ്ട്? കോളറ പകരുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം പകരുന്നവയാണ്. കോളറ, ചിക്കൻ ഗുനിയ, COVID-19, കൺജക്റ്റിവിറ്റീസ്, ഇതെല്ലാം പകരുന്ന ഡിസീസസ് അല്ലെങ്കിൽ കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറയും. നോൺ കണ്ടേജിയസ് ഡിസീസസ് നോക്ക്. നോൺ കണ്ടേജിയസ് ഡിസീസിൽ പല്ലുവേദന എഴുതിയിട്ടുണ്ട്, ടൂത്ത് ഏക്ക്. രണ്ടാമത് ഡയബറ്റീസ് എഴുതാം, ഡയബറ്റീസ് പകരാറില്ല, DETS. ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് അങ്ങനെ പകരാറില്ല ഡയബറ്റീസ്. പിന്നെ ക്യാൻസർ പകരാറില്ല, ഇതൊന്നും പകരുന്ന അസുഖങ്ങളല്ല. അപ്പം ടൂത്ത് ഏക്ക്. പിന്നെ ഹെഡ് ഏക്ക് ഉണ്ടല്ലോ, ഹെഡ് ഏക്ക്, തലവേദന പകരാറില്ല. നമ്മൾ കാരണം വീട്ടുകാർക്ക് തലവേദന ഉണ്ടാവാറുണ്ട്, എന്നാലും തലവേദന അങ്ങനെ പകരാറില്ല. ഹെഡ് ഏക്ക്, ക്യാൻസർ, ഡയബറ്റീസ് എല്ലാം നോൺ കണ്ടേജിയസ് ഡിസീസസ് ആണ്. ഇനി നോക്ക്, റൈറ്റ് എനി 2 ways in which contagious diseases are transmitted. ഏതെങ്കിലും 2 വഴി കണ്ടേജിയസ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഈ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ കൂടെ അസുഖങ്ങൾ പകരാറുണ്ട്. ഫിസിക്കൽ കോണ്ടാക്റ്റ്. നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചില്ലേ, 2 കുട്ടികൾ ഒരു പനിയുള്ള കുട്ടിയോട് കളിച്ചപ്പോഴത്തേക്കും, കളിക്കുക മീൻസ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ്, അവരെ തൊടുക, ഫുഡ് ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് പനി പിടിച്ചു, അതിൽ ഒരാൾക്ക് പനി പിടിച്ചു, അത് ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴിയാണ്. രണ്ടാമത് വാട്ടറിലൂടെയും പകരാറുണ്ട്, അല്ലെങ്കിൽ എയറിലൂടെയും പകരാറുണ്ട്. ഇതെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതികളാണ്. ഒന്ന് ഫിസിക്കൽ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ വാട്ടറിലൂടെ പകരാറുണ്ട്, അല്ലെങ്കിൽ എയറിലൂടെയും പകരാറുണ്ട്. ഓക്കെ, റൈറ്റ് ദ നെയിം ഓഫ് എനി 2 കണ്ടേജിയസ് ഡിസീസ് അഫക്റ്റിംഗ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടേജിയസ് ഡിസീസ്. പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് പനാമ ഡിസീസ് എന്ന് പറയും. പനാമ, PANAMA, പനാമ ഡിസീസ്. ഇതൊരു ഫംഗസ് ആണ്, ഇങ്ങനെ ചെടിയിൽ പൂപ്പൽ പോലെ കടിക്കുന്നതാണ് ഈ പനാമ ഡിസീസ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മുടെ പൊട്ടറ്റോ വൈറസ്, കിഴങ്ങ്, പൊട്ടറ്റോ വൈറസ് കണ്ടോ,
പൊട്ടറ്റോ കിഴങ്ങ്, നമ്മളെ വിളിക്കാറില്ലേ കിഴങ്ങ എന്ന് വിളിക്കാറില്ലേ, ആ കിഴങ്ങ്. കിഴങ്ങ് ഡിസീസ്, കിഴങ്ങ് വൈറസ്, പൊട്ടറ്റോ വൈറസ്. പിന്നെ പനാമ ഡിസീസ്. ഇത് രണ്ടും കണ്ടേജിയസ് ഡിസീസസ് ആണ്. ആരെ എഫക്റ്റ് ചെയ്യുന്ന? പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഈ പൊട്ടറ്റോ വൈറസ് പൊട്ടറ്റോയെ സാധാരണ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ കിഴങ്ങാന്ന് വിളിക്കുന്നതുകൊണ്ട് അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ അഫക്റ്റ് ചെയ്യാറില്ല. നമ്മളെ വിളിക്കാറില്ലേ ഉള്ളൂ. പനാമ ഡിസീസ് ഓർത്തിരിക്കുക. അപ്പോൾ പനാമ ഡിസീസും പൊട്ടറ്റോ വൈറസും പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന 2 കണ്ടേജിയസ് ഡിസീസസ് ആണ്. ഇത്രയേ ഉള്ളൂ, 7 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞു. നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്യാൻ മോഡലിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്. അപ്പോൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.